പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ദീർഘയാത്ര പോവുക എന്നത് 3 മസ്ജിദുകളിലേക്ക് മാത്രമേ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, മസ്ജിദുൽ ഹറാം വമസ്ജിദി ഹാദാ വൽമസ്ജിദുൽ അഖ്സ. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ദീർഘയാത്ര പാടില്ല, തീർത്ഥയാത്ര പാടില്ല 3 മസ്ജിദുകളിലേക്കല്ലാതെ. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേത് എന്റെ ഈ മസ്ജിദ് അതായത് മദീനയിലെ മസ്ജിദുൽ നബവി, മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് എന്നൊക്കെ അറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സ. ഈ 3 മസ്ജിദുകളുടെ പ്രത്യേകത എന്താണ്? ഇത് 3 നബിമാരുടെ മസ്ജിദുകളാണ്. ഇത് 3 നബിമാരുടെ മസ്ജിദുകളാണ്. മസ്ജിദുൽ ഹറാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ അത് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മുൻപേ ആ മസ്ജിദ് ഉണ്ടായിരുന്നു എന്നാണ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇബ്രാഹിം നബിയാണ് ആദ്യമായി നിർമ്മിച്ചത് എന്ന അഭിപ്രായവുമുണ്ട്. ശരി, ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനയാൽ അത് നിർമ്മിച്ചു എന്നതിൽ സംശയമില്ല. അത് ആദ്യത്തെ തവണയാണെങ്കിലും അല്ല പുനർനിർമ്മിച്ചതാണെങ്കിലും. പിന്നെ അതാ മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ആദ്യമായി നിർമ്മിച്ചത് യാഖൂബ് അലൈഹിസ്സലാമാണ് എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ പറഞ്ഞത് കാണാം, അത് ആദ്യം നിർമ്മിച്ചത് ആരാണ്? യാഖൂബ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൗത്രൻ, മകന്റെ മകൻ. എന്നാൽ അതും ഇതുപോലെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാം അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. പലതവണ വീണ്ടും അതിന്റെ നിർമ്മാണം പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ട്. കാലം കൊണ്ട് 3ാമത്തെ സ്ഥാനത്തുള്ളത് മദീനയിലെ അൽ മസ്ജിദുൻ നബവിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച മസ്ജിദ്. എന്നാൽ ശ്രേഷ്ഠതയിൽ 2ാമത്തെ സ്ഥാനത്താണ് മസ്ജിദുൻ നബവി. ശ്രേഷ്ഠതയിൽ 3ാമത്തെ സ്ഥാനത്താണ് മസ്ജിദുൽ അഖ്സ. കാലം നമ്മൾ കണക്കാക്കുമ്പോൾ ആദ്യം മക്കയിലെ മസ്ജിദുൽ ഹറാം, 2ാമത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്, 3ാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ മസ്ജിദാണ്. ഈ 3 മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് ദീർഘയാത്ര പോവുക എന്നത് പാടില്ല. ദർഗകളിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾ സിയാറത്ത് ടൂർ എവിടത്തേക്കാണ്? അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, അതുപോലെ പ്രാന്തന്മാരെ കൊണ്ടുപോകുന്ന പറയാം ഏർവാടി. ഭ്രാന്തില്ലാത്തവരവിടെ കൊണ്ടുപോയാൽ ഭ്രാന്തന്മാരാക്കി തിരിച്ചുകൊണ്ടിരിക്കും. ഭ്രാന്തില്ലാത്ത ആൾ ഭ്രാന്തനെ അവിടെ കൊണ്ടുപോയ ആളെ ഭ്രാന്തനാക്കി അവിടെ ചങ്ങലക്കിടും. ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ശിർക്കിന്റെ തിന്മകളുടെ വൃത്തികേടുകളുടെ, ശിർക്ക് ഏറ്റവും വലിയ തിന്മയാണ്. അതിന്റെ കേന്ദ്രത്തിൽ പിന്നെ ബാക്കിയുള്ള തിന്മകൾ നടക്കുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. ക്രിമിനലുകൾ, തോന്നിവാസികൾ ഇവരൊക്കെ പോയി അവിടെ ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ പോയി താമസിക്കാറുള്ളതും അവിടെ അവരുടെ വൃത്തികേടുകൾ നടത്തുന്നതുമൊക്കെ എത്രയോ തവണ വാർത്തകളിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹു അത്തരം ഷർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദർഗകൾ ഈ ഉമ്മത്തിന്റെ എല്ലാ പരാജയത്തിനും പ്രതിസന്ധിക്കും കാരണമായ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉള്ള ഒരു ഇടങ്ങളാണ് ദർഗകൾ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കാരണം നമ്മൾ പറഞ്ഞതല്ല, ഈ ആളുകൾ ദർഗകളുടെ ആളുകൾ വലിയ നേതാവായി പുകഴ്ത്തി പറയുന്ന ശാഫിഈ മദ്ഹബിലെ ഫഖീഹായ ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞതാണ്. എന്ത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എതിർപ്പിന്റെ മേൽ, നബിയോടുള്ള ധിക്കാരത്തിന്റെ മേലാണ് പണിതുയർത്തപ്പെട്ടിട്ടുള്ളത്. ഏത്? ഓരോ മഖ്ബറയും, കെട്ടിയുയർത്തപ്പെട്ട ഓരോ ജാറവും ദർഗയും. അവിടേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോവുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൽപ്പനക്ക് എതിരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പോലും ഉദ്ദേശിച്ചിട്ടല്ല ഒരാൾ മദീനയിലേക്ക് ദീർഘയാത്ര പോകേണ്ടത്. പിന്നെ എന്തുദ്ദേശിച്ചിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ഉദ്ദേശിച്ചിട്ടാണ്. അവിടെ എത്തിയാൽ ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിക്കാം, അവിടുത്തെ 2 കൂട്ടുകാരുടെ ഖബറുകൾ സന്ദർശിക്കാം, അവരോട് സലാം പറയണം, സന്ദർശിക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോലും എന്റെ ഖബർ എന്താക്കരുത്, ഈദാക്കരുത് എന്ന് പറഞ്ഞു. എന്താണ് ഈദ്? ഇടക്കിട വന്നു പോകുന്ന, പ്രത്യേകം സമയം അതിന് നിശ്ചയിക്കപ്പെട്ട, ആവർത്തിച്ച് സന്ദർശിക്കപ്പെടുന്ന ഇടമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ അതിന്റെ ബാക്കി? ഹദീസിന്റെ ബാക്കി എന്താണ്? വസല്ലു അലയ്യ, നിങ്ങൾ എനിക്ക് സലാത്ത് ചൊല്ലിക്കോളൂ, നിങ്ങൾ എവിടെയായിരുന്നു? ഫഇന്ന സലാത്തക്കും തബ്ലുഗുനി, നിങ്ങളുടെ സലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കണം ആ വാക്ക്. എനിക്ക് സലാത്തു അല്ലാനും സലാം പറയാനും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, എന്റെ ഖബറിൽ ഇടക്കിടക്ക് വരേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് നിങ്ങൾ എവിടെയായിരുന്നാണ്?
എനിക്ക് സലാത്തും സലാമും ചൊല്ലുക. ഇന്ന ലില്ലാഹി മലായിക സയ്യാഹീൻ, അള്ളാഹുവിന് സഞ്ചരിക്കുന്നവരായ മലായികത്തുണ്ട്, നിങ്ങളുടെ സലാത്ത് അവരെനിക്ക് എത്തിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സലാം പറയാൻ ആരെയും നമ്മൾ പറഞ്ഞേൽപ്പിക്കേണ്ടയില്ല. ഉസ്താദേ റസൂലുള്ളാഹിക്ക് എന്റെ സലാം പറയണം കേട്ടോ എന്ന് മദീനയിൽ പോകുന്ന ആൾക്ക് പറഞ്ഞേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ശേഖരിക്കാൻ ഈ ദീനിൽ ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ജനങ്ങളെ സലാത്തൊക്കെ വാങ്ങി അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു അതിന് മലായികത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മദീനക്കാരനായ സഹാബി മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് എന്ത് ചെയ്യുകയില്ല, മദീനക്കാരനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ഇടക്കിടക്ക് പോയി സലാം പറയുകയില്ല. മറിച്ച് എന്ത് ചെയ്യും, മദീനക്ക് പുറത്തു വല്ല യാത്രക്കോ മറ്റോ പോയാൽ തിരിച്ചു വന്നാൽ, മദീനയിലേക്ക് തിരിച്ചു വന്നാൽ ഖബറുകളുടെ 3 ഖബറുകളുടെ അരികിലേക്ക് ചെല്ലും. സലാം അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് സലാം. സലാം അലൈക യാ അബൂബക്കർ, അബൂബക്കർ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക യാ അബി, ഓ എന്റെ പിതാവേ, അതായത് ഇബ്നു ഉമറിന്റെ ഉപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. നബിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ ആണ് സലാം. അബൂബക്കറിന് വേണ്ടി ചെയ്യുന്ന ദുആ ആണ് സലാം. ഉമറിന് വേണ്ടി ചെയ്യുന്ന ദുആ ആണ് സലാം റളിയല്ലാഹു അൻഹുമാ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വസല്ലം. അവർക്ക് വേണ്ടിയുള്ള ദുആ ആണ്. പിന്നെ അങ്ങനെ അവരോട് ദുആ ചെയ്യാൻ പറ്റും. വല്ലദി യുദ്ആ ലഹു ലാ യുദ്ആ. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുകളിൽ ഒന്നാണ് വല്ലദി യുദ്ആ ലഹു ലാ യുദ്ആ. നീ ഒരാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പിന്നെ അയാളോട് നീ എങ്ങനെ പ്രാർത്ഥിക്കും? അത് പാടില്ല. മറിച്ച് അള്ളാഹുവിനോട് മാത്രമാണ് ദുആ. ഇബ്നു ഉമർ ഇടക്കിടക്ക് ഖബറിന്റെ അരികിൽ ചെല്ലുമായിരുന്നില്ല. സഹാബികളുടെ രീതിയല്ല, മുൻഗാമികളുടെ രീതിയല്ല. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ ഖബറിങ്ങനെ ചുറ്റിക്കളിക്കുന്ന ആളുകളോട് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ചരൽ കല്ലുകൾ എടുത്ത് അവരെ എറിഞ്ഞ് ഇങ്ങോട്ട് വാ, എന്താ ഖബറിനൊരു ചുറ്റിക്കളി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ, താബിഈകളും തബഉ താബിഈകളും ഉണ്ട്. ഹദീസിന്റെ കിതാബുകളിൽ അതാ.